ഞാൻ ഇവിടെ നമ്മുടെ നാടായതുകൊണ്ട് എടുത്തു പറയുന്നു, ഇവിടെയുള്ള മാതാപിതാക്കൾ വരെ പല ആളുകളും മക്കളെ കൊണ്ട് കൽബ് പൊട്ടി നടക്കുന്നവരുണ്ട്, കണ്ണീരൊടുക്കുന്നവരുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ് 22 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് പോലും ഉമ്മ ഉപ്പ ഈ രണ്ട് മുത്തുകൾ ഒന്നുമല്ല, അവരുടെ ജീവിതത്തിലേക്ക് ഇവരൊന്നുമല്ലത്രേ. ഒരു 10 കൊല്ലം മുമ്പ് അങ്ങനെ പറയാൻ കഴിയോ? ഈ 2 വർഷത്തുള്ളിൽ എടുത്തു നോക്കൂ നിങ്ങൾ. സാധാരണ ഏത് വാഴിനീങ്ങളാണ് എങ്കിലും പ്രഭാഷകരാണ് എങ്കിലും മാതാപിതാക്കൾ പറയും, എന്റെ മകൾക്കൊരു പുതിയാപ്പിള ശരിയാവണം. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ മകൾക്കൊരു പുതിയാപ്പിള ശരിയാവണം, അതിനു വേണ്ടി ദുആ ചെയ്യണം, ഇതല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പോ ഈ 2 വർഷത്തിനുള്ളിൽ ഏത് ഉസ്താദുമാരോട് ചോദിച്ചാലും അറിയാം. ഞാനും ഒരു വഅദിന് പോകുന്ന ആളല്ലേ, ഞാനിപ്പോ 2 കൊല്ലമായി കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പൊ 2-3 ആളുകൾ പറഞ്ഞതുണ്ട്. എന്താണെന്നറിയോ? മകന്റെ ഒരു പെണ്ണ് വേണം, പ്രത്യേകം ദ്വാരക്കണം, മകന് പെണ്ണ് ശരിയാവണം. ഉമറാക്കളൊക്കെ ഓർത്താൽ അറിയാം, പെൺകുട്ടിക്കൊരു പുതിയാപ്പിള വേണമെന്നല്ല പറയുന്നത്, മകന്റെ ഒരു പെണ്ണ് വേണം. എവിടെ എത്തി ലോകം, എവിടെ എത്തി അവസ്ഥകള്? എന്താ കാരണം ചോദിച്ചാൽ, ഒരു വേള പെൺകുട്ടികൾ അവര് പറയും, എനിക്ക് കല്യാണം വേണ്ട, അതല്ലെങ്കിൽ ഞാൻ പഠിക്കുകയാണ്, ജോലി ചെയ്തിട്ട് മതി, എന്തൊക്കെയാവട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു വിമർശന ഭാഗമല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഈ മജ്‌ലിസിൽ പറയുന്നത്, പതറാൻ എങ്ങോട്ടെങ്കിലും പോകണം. 18 വയസ്സ് വരെ, 22-21 വയസ്സ് വരെ പോറ്റു വളർത്തിയ പെൺകുട്ടികൾ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 4-5 കൊല്ലം മുമ്പ്, പണ്ട് അങ്ങോട്ടെടുക്കേണ്ടതില്ല, പെൺകുട്ടികൾക്ക് മാതാപിതാക്കളോട് വലിയ കൃപയായിരുന്നു. അതൊരു പ്രത്യേക കൃപയും സ്നേഹവുമാണ്. ഇന്ന് അവരിലൂടെ കണ്ണീരൊടുക്കുന്ന എത്രയെത്ര മാതാപിതാക്കൾ. ളുഹർ ബാങ്ക് വിളിക്കുമ്പോൾ നിക്കാഹിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. 11 മണിക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജില്ലയിൽ പേര് പറയണ്ട, 11 മണിക്ക് പെണ്ണ് പറയാണ്, എനിക്കവനെ വേണ്ട. നിസ്സാര വിഷയമാണോ? പതറുന്നത് ആരാണ്? കൽബ് പൊട്ടുന്നവർ മാതാപിതാക്കളാണ്. 12:30 മണിക്ക് നിക്കാഹിന്റെ സമയം, 11 മണിക്ക് പെൺകുട്ടി പറയാ, എനിക്കവനെ വേണ്ട. പച്ചയിൽ ഒരു വിഷമല്ല. എന്റെ ഉമ്മയുടെ മനസ്സ് പൊട്ടില്ലേ? എന്റെ വാപ്പയുടെ കൽബ് പതറൂലേ? അവസാനം വേണ്ട എന്നുറപ്പിച്ചു പറഞ്ഞു. ആളുകളൊക്കെ ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുന്നു, വന്ന് ഭക്ഷണം കടിക്കുന്ന വീടുകളിൽ, മണ്ഡപത്തിൽ കല്യാണം നടക്കുന്നത്, ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഉച്ച കഴിയുമ്പോൾ കേൾക്കുന്നത്, ആ ഉപ്പ മരിച്ചു, അറ്റാക്ക് മരണമാണ്. ഏതോ രാജ്യത്തെ കഥയല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിലെ കഥയാണ് നിങ്ങൾക്ക്. നമ്മുടെ ജില്ലയിലെ അവസ്ഥയാണ്. ഒരു പേടിയില്ല, ഒരു വിഷമില്ല, ഒരു കൃപയുമില്ലാത്തൊരവസ്ഥ. പെൺകുട്ടികൾക്ക് തോന്നുന്നത്, ഞങ്ങൾക്ക് ആര് ആവശ്യമില്ല, ഒരു ചെക്കനെ തെരഞ്ഞെടുക്കണോ, ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, അവർക്കൊരു ദഖലുമില്ല. പെൺകുട്ടികൾ തീരുമാനിക്കുകയാണ്. മോളെ, അപകടം പിടിച്ചൊരു ജീവിതമല്ലേ. മാതാപിതാക്കൾ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. ആൺകുട്ടികളും പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളുടെ അവസ്ഥയിലേക്ക് ചെന്നാൽ ആൺകുട്ടികളും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് എന്റെ ഉപ്പയുടെ നെഞ്ചത്ത് ചവിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണോ? എന്റെ ഉമ്മാന്റെ നെഞ്ച് പിടിച്ചുകൊണ്ട്, എന്റെ പൊന്നുമ്മയുടെ കൽബ് പൊട്ടിച്ചുകൊണ്ട് ആണോ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? നിമിഷങ്ങൾ, മണിക്ക് അല്ലെങ്കിൽ മിനിറ്റുകൾ സുഖമുള്ള ഒരു ചെറിയ വിഷയത്തിന് വേണ്ടി എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.